السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ആദരവായ ഉസ്താദുമാരെ, മുതല്ലിം സുഹൃത്തുക്കളെ, ഇസ്ലാം മതത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. 900 മതങ്ങളുള്ള ലോകത്താണല്ലോ നാം ഇന്ന് ജീവിക്കുന്നത്. ഇതിൽ നിന്നും ഇസ്ലാം മതം തീർത്തും വ്യത്യസ്തമാണ്. അത് ലോക സൃഷ്ടാവായ അള്ളാഹുവിന്റെ മതമാണ് എന്ന് തന്നെയാണ് കാരണം. മനുഷ്യരെയും മണ്ഡഘടകത്തിലെയും അഖിലത്തെ സൃഷ്ടിക്കും പരിപാലിക്കുകയും ചെയ്യുന്ന അള്ളാഹു മനുഷ്യകുലത്തിന്റെ രക്ഷക്കും സുരക്ഷക്കും നൽകിയ മതമാണ് ഇസ്ലാം മതം. ലോകത്ത് എത്ര തന്നെ മതങ്ങളുണ്ടായാലും ശരി, അള്ളാഹുവിന്റെ അരികിൽ അവ സ്വീകാര്യമല്ലെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൗതിക ലോകത്ത് ജീവിക്കാൻ വിട്ട മനുഷ്യർക്ക് ജീവിതത്തിന്റെ നേരേഖ അവന്റെ സൃഷ്ടാവ് തന്നെയാണ് സംവിധാനിച്ചതെന്നും കാലങ്ങൾക്കും ദേശങ്ങൾക്കും അനുസരിച്ച് ചില പരിഷ്കാരങ്ങൾ വരുത്തി അതിന്റെ സമ്പൂർണതയെ കുറിച്ച് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയൊരു പുതുക്കലിനെ പരിഷ്കാരത്തിന് ആവശ്യമില്ലാത്ത വിധം അത് സമ്പൂർണമാക്കിയിട്ടുണ്ട്. വിശുദ്ധ മതത്തിന്റെ കർമ്മങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും കേവലം ചടങ്ങുകളല്ല, യുക്തിക്കും വ്യക്തിക്കും യോജ്യവും ബോധ്യവുമാണ്. മാത്രമല്ല, മുസ്ലിമായി ഒരാൾ ജീവിച്ചാൽ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ തന്നെ ഒതുങ്ങി ജീവിക്കണമെന്നും ഇസ്ലാം നിഷ്കർഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പരത്തി പറയുന്നില്ല. ലോകത്തെ എത്ര അന്യ മതങ്ങളുണ്ടായാലും ലോകത്തെ സൃഷ്ടിച്ച നാഥന്റെ മതം അത് ഇസ്ലാം മാത്രമാണെന്നും അത് സ്വീകരിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് രക്ഷയുള്ളൂവെന്നും നാം മനസ്സിലാക്കുക. വിശുദ്ധമായ മതത്തിൽ അടിയുറച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഭാഗ്യമേകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.